IIT ബോംബെ ഹോസ്റ്റലിൽ കുട്ടികളെ കയറ്റാൻ പറ്റുമോ? ഞാൻ ക്ലാസ്സിന് പോകുമ്പോ മോൻ ആരാ നോക്കുക, കുട്ടി ക്ലാസ്സിൽ ഒച്ച വെക്കില്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ സംശയങ്ങൾ എനിക്ക് DM-ലും കമന്റ് ബോക്സിലും ഒക്കെ വരാറുണ്ട്. സോ ദിസ് ഇസ് എ റെസ്പോൺസ് പോസ്റ്റ് പാർട്ട് 1. IIT ബോംബെ മാരീഡ് ആയിട്ടുള്ള റിസർച്ച് സ്കോളേഴ്സിന് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് കുറച്ച് ക്രൈറ്റീരിയ. ഫസ്റ്റ് വൺ, നിങ്ങൾ മാരീഡ് ആയിരിക്കണം. നിങ്ങൾക്കൊരു വാലിഡ് മാരീഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. കുട്ടി വേണം എന്നൊരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ കുട്ടി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു ആനുകൂല്യങ്ങൾ ഇവിടുന്ന് കിട്ടാനും പോണില്ല. അതാണ് ഒരു മെയിൻ കാര്യം. പിന്നെ സെക്കൻഡ് തിങ്, നിങ്ങൾ 6 months ഓഫ് കോഴ്സ് വർക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത് 6 മാസത്തെ കോഴ്സ് വർക്ക് മിനിമം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരീഡ് റിസർച്ച് സ്കോളേഴ്സിൻ്റെ അപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞൊരു നീണ്ട കാത്തിരിപ്പാണ്. മിനിമം 1 വർഷം മുതൽ 1.5 വർഷം വരെയാണ് ഇവര് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. അതായത് അപ്ലൈ ചെയ്തത് ഞാൻ കഴിഞ്ഞ വർഷം ജാനുവരിയിൽ അപ്ലൈ ചെയ്തതാണ്. ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 80 ആണ്, 80. ഇപ്പോൾ എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 41 ആണ്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഒരു 6 months ഒക്കെ എടുക്കും എനിക്ക് ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എന്ത് മനസ്സിലായി? എനിക്ക് ഒഫീഷ്യലി IIT ബോംബെ ഒരു അക്കോമഡേഷനും ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ചോദിക്കും എൻ്റെ വീഡിയോ. അത് ഞങ്ങളൊരു വളരെ എമർജൻസി സിറ്റുവേഷനിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നതാണ്. ദാറ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ അനദർ വീഡിയോ. ഈ വീഡിയോ IIT ബോംബെയിൽ കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.